റൂഹിഫിദയുടെ രാത്രിയിലെ മജ്ലിസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേവലം ഒരു 2 മണിക്കൂർ നടക്കുന്ന ഒരു പ്രഭാഷണ സദസ്സല്ലത്. നമുക്കത് ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. റൂഹിഫിദ എന്നാൽ മദീനയിലേക്ക് നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്ന ഒരു മജ്ലിസാണ്. അൽഹംദുലില്ലാ, അസറിന് തുടങ്ങി കൊടി ഉയർത്തി, റൂഹിഫിദ എന്നെഴുതിയ കൊടി ഉയർത്തി ഓരോ വിശ്വാസികളുടെ നെഞ്ചിലാണ് ആ പതാക ഉയരേണ്ടത്. എന്നിട്ട് ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറിയാൽ നിസ്കരിക്കാൻ, വൈകുന്നേരത്തെ ചായ കുടിക്കാൻ ഒക്കെയുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകം ഇന്ന് വൈകുന്നേരം പോയി അതൊക്കെ ചുറ്റി നടന്ന് എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ വന്നത്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ, ടോയ്ലറ്റിൽ പോവാൻ ഒക്കെ സൗകര്യങ്ങൾ ഒരുക്കി. പ്രത്യേകിച്ച് പ്രോഗ്രാം കാണാനുള്ള LED വാൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. പുരുഷന്മാർക്കും അങ്ങനെ തന്നെ. അൽഹംദുലില്ലാ, മൗലിദിന്റെ സദസ്സ്, ശാന്തസുന്ദരമായ മൗലിദ്, റോദ് ഇങ്ങനെ പുകയുമ്പോൾ, മദീനയുടെ സുഗന്ധം ഇങ്ങനെ പരക്കുമ്പോൾ, നിങ്ങളതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ സംസം വെള്ളവും ശരീരത്ത് പുരട്ടാൻ അത്തറും തന്ന് നിങ്ങളെ മദീനത്തേക്ക് കയറ്റുന്ന പോലെ ഒരു സുന്ദര മുഹൂർത്തം. അൽഹംദുലില്ലാ, ആസ്വദിക്കണ്ടേ നമുക്ക്? ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞു മഗ്‌രിബ് നിസ്കാരം അവിടെ തന്നെ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കി. നിസ്കാരം കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പിന്നെ മദീനത്തിന്റെ തിരുമുമ്പിലിരിക്കുന്ന പോലെ കുബ്ബയും മിനാരും ഒക്കെ ലൈറ്റായി തിളങ്ങി പിന്നെ മദ്ഹിന്റെ ഒരു അലയൊലിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മാദിഹ്യങ്ങൾ വന്ന് മദ്ഹ് ബുർദ ആലപിച്ചു തരികയാണ്. ഞാനും നിങ്ങളോടൊപ്പം ഇരുന്ന് കേൾക്കാണ്, ആസ്വദിക്കുകയാണ്, കരയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ വെക്കാൻ ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ തേങ്ങിക്കരയുകയാണ്. സഹോദരിമാർക്ക് വിശാല സൗകര്യങ്ങൾ ഒരുക്കിയിട്ട്, സഹോദരങ്ങൾക്കും അങ്ങനെ തന്നെ AC ഹാളും ഓഡിറ്റോറിയം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനത്രയും പണം ചെലവഴിച്ചതൊക്കെ മദീന നിങ്ങളുടെ കൽബിൽ തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വരാതിരിക്കരുത്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രഭാഷണമായി, പിന്നെ കണ്ണീരിന്റെ ദുആ ആയി. അത് കഴിഞ്ഞ് കയ്യിലൊരു ബറക്കത്തിന്റെ തബറുക്കിന്റെ ഭക്ഷണം തന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞാൽ പിന്നെ അടുത്ത റൂഹിഫിദ വരെ അടുത്ത പരിശ്രമശാലികളായ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അതിന്റെ കീഴിൽ അണിനിരത്തുകയാണ്. അതാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെയും പല സ്ഥലത്തും നടക്കുന്ന പോലെ ഒരു പ്രഭാഷണ സദസ്സല്ല. അതൊരു ഇഷ്കിന്റെ മജ്‌ലിസാണ്. ആത്മീയതയുടെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു അനുഭൂതിയാണ്. മദീന നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറയുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു അനുരാഗത്തിന്റെ പ്രവാചക പ്രകീർത്തന രാവാണ്. അള്ളാഹു അത് കബൂലാക്കട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടുന്ന് വാഹനങ്ങളിലായി, മറ്റ് സംവിധാനങ്ങളായി, സൗകര്യങ്ങളായി അസറോടുകൂടി അവിടെ എത്തിച്ചേരണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മൾ മരിക്കുമ്പോൾ ഇതൊക്കെ ബാക്കിയുള്ളൂ.